കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകജാതനായ പുത്രനായ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് തന്ന സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്നെങ്കിൽ ആ പുത്രനോടുകൂടി സകലതും നമുക്ക് തന്നിരിക്കുന്നു. ദൈവം എനിക്കും നിനക്കും അനുകൂലമാണെങ്കിൽ പ്രൈസലോ പിന്നെ ആർക്ക് നമ്മുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കാൻ സാധിക്കും? ഇത്രയും വലിയവനായ ദൈവം, ഹല്ലേലൂയ, രക്ഷകനായ ദൈവം, പാപത്തിനെ ജയിച്ചവനായ ദൈവം, മരണത്തെ ജയിച്ചവനായ ദൈവം, ആ ക്രിസ്തു നിന്റെ അകത്ത് വരുമ്പോൾ നീ ശിക്ഷാവിധി ഇല്ലാത്തവനായി മാറിയെങ്കിൽ ഇനിയും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് ദൈവം അനുകൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏകജാതനായ പുത്രനെ യേശുവിനെ നിനക്ക് തന്നവൻ പറയുകയാണ്, നിനക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ. വലിയൊരു ചോദ്യമാണ്. നിനക്ക് ദൈവം അനുകൂലമാണ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും, എനിക്ക് ദൈവം അനുകൂലമാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്, യേശു എനിക്ക് അനുകൂലനാണ്, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് നിന്നാൽ ഞാൻ ഈ മതിൽ ചാടി കടക്കുമെന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട്, പ്രൈസലോ, ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഈ മതിൽ ചാടി കടക്കും. എൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല.